ഹലോ നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ഇത് കുറച്ച് ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. എഡിറ്റ് ചെയ്യാനുള്ള സമയക്കുറവുകൊണ്ടാണ് ഇടാൻ വൈകിയത്. കാവശ്ശേരി പൂരം കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ നമ്മൾ. നെന്മാറ വേലാന്ന് മുത്രാളിക്കാവ് പൂരം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. കാവശ്ശേരി എന്ന് കേട്ടിട്ടുണ്ടാവണം, അത്ര ഓർമ്മയില്ല. പക്ഷെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ആ പൂരം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞങ്ങൾ രാവിലെ ഒരു 9:30ക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പാലക്കാട് ജില്ലയിലാണ് ഈ സംഭവം ഉള്ളത്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറിയിട്ടാണ്. അപ്പോൾ അവിടെയുള്ള ഹോട്ടലൊക്കെ ഇങ്ങനത്തെയാണ്, പക്ഷേ നല്ല അടിപൊളി ഫുഡാണ്. വ്യാഴാഴ്ച ആയതുകൊണ്ട് ഞാൻ വെജാണ്, പക്ഷേ ഇവരൊക്കെ പൊറോട്ടയും ബീഫും കഴിച്ചു. നല്ല ടേസ്റ്റുള്ള പൊറോട്ടയായിരുന്നു. ബീഫ് നല്ല അടിപൊളിയാണെന്ന് എനിക്ക് കണ്ടപ്പോൾ തോന്നി. കഴിച്ചവരും പറഞ്ഞു അടിപൊളിയാണെന്ന്. ചെറിയ കടയൊക്കെ ആണെങ്കിൽ അങ്ങനെയാണല്ലോ. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ ചായ വേണം കേട്ടോ, അത് നിർബന്ധമാണ്. അപ്പോൾ ഇത് നല്ല ഹോട്ടലാണ് കേട്ടോ. ഞങ്ങൾ പാലക്കാട് ജില്ലയിലേക്ക് പ്രവേശിച്ചു. ഈ തട്ടുകടയിലെ ഫുഡ് അടിപൊളിയായിട്ടാ. എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളത് ഇതുപോലെയുള്ള ചെറിയ തട്ടുകടകൾ, അതേപോലെ വീട്ടിലത്തെ ഭക്ഷണശാലകളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള സ്ഥലത്തുനിന്ന് ഫുഡ് കഴിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. വല്ലപ്പോഴൊക്കെ മാത്രമാണ് നല്ല ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കണമെന്ന് തോന്നുക, വല്ലപ്പോഴും മാത്രം. ഹോട്ടൽ ഫുഡ് മാക്സിമം ഒഴിവാക്കുകയാണ് ചെയ്യാറ്. പക്ഷെ നമ്മളുടെ യാത്രകളിൽ നമുക്ക് ഹോട്ടൽ ഫുഡ് മാത്രമല്ലേ രക്ഷയുള്ളൂ. അപ്പോൾ അങ്ങനെ കഴിക്കുന്നതാണ്. ഹോട്ടൽ ഫുഡ് കഴിക്കണമെന്ന് നിർബന്ധമുള്ള ആളൊന്നുമല്ല. അതുപോലെ എനിക്ക് നമ്മളുടെ കാവും കാവിലെ പൂരവും അതുപോലെ അങ്ങനെ അതൊക്കെ തന്നെയാണ് നമ്മളുടെ ലോകം എന്ന് പറഞ്ഞാൽ. പക്ഷേ ഒരിക്കലെങ്കിലും നമ്മൾ ചില കാര്യങ്ങൾ പറയില്ല, ഒരിക്കലെങ്കിലും നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറയില്ല ചില കാര്യങ്ങൾ. അതുപോലെ ഇത് ഒരിക്കലല്ല, ഇനി വീണ്ടും പോകാൻ തോന്നുന്ന പോലെയാണ് എനിക്ക് ഒരു തവണ പോയപ്പോൾ തോന്നിയത്. കാരണം അത്രയ്ക്കൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു അടിപൊളി ബ്ലോക്കിൽ വിട്ടിട്ടോ ഞങ്ങൾ. ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞ ഏതോ ഒരു വഴി കൂടെ, കറക്റ്റ് അങ്ങോട്ടേക്കുള്ള വഴി കൂടെ വാഹനം വിടുന്നുണ്ടായിരുന്നില്ല. അതല്ലാതെ വേറൊരു വഴി കൂടെ പോയപ്പോൾ ഭയങ്കര തകർപ്പൻ ബ്ലോക്കാണ്. വേറൊന്നും കൊണ്ട് ബ്ലോക്ക് ആയതല്ല, ഇതുപോലെ മറ്റേ ലൈനിൽ കൂടെ അങ്ങോട്ട് കയറിപ്പോയി അങ്ങനെ പോയിട്ട് ബ്ലോക്ക് ആവുന്നതാണ്. ഒരുപാട് സമയം, ശരിക്കും പറഞ്ഞാൽ ഒരു 2.5 മണിക്കൂർ കൊണ്ട്, 2.5 മണിക്കൂറൊന്നും വേണ്ട, അതിനുള്ളിൽ എത്തേണ്ട ഞങ്ങൾ എത്തിയത് ഒരു 5-6 മണിക്കൂർ കൊണ്ടാണ്. 6 മണിക്കൂറും പോരാ, അതിനേക്കാൾ കൂടുതൽ സമയം എടുത്ത് ഞങ്ങളവിടെ എത്താൻ. അത്രയും സമയം ഞങ്ങൾ ബ്ലോക്കിൽ കിടന്നിട്ടാണ്. ബ്ലോക്ക് വെച്ചാൽ അത്രയും നീണ്ട ബ്ലോക്കായിരുന്നു. അത് കഴിഞ്ഞിട്ടൊന്ന് ഫ്രീ ആയപ്പോൾ പിന്നെ അങ്ങോട്ട് വാഹനം പോയി. എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള കാര്യമായിട്ടാണ് പാലക്കാട് ഗ്രാമങ്ങളിലൂടെ എങ്ങനെ പോകുക എന്നുള്ളത്. ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എനിക്ക് നല്ല കുറേ ആൾക്കാർക്ക് അത് ഇഷ്ടമാവും. കാരണം അത്രയ്ക്ക് ഭംഗിയുള്ള സ്ഥലങ്ങളാണ് അവിടെയൊക്കെ ഉള്ളത്. അപ്പം നമ്മൾ കാണാത്ത നമ്മൾക്കത് കാണുമ്പോൾ ഭയങ്കര കൗതുകമാണ്. അവിടെ ഉള്ളവർക്ക് അത്ര ഇതില്ലെങ്കിലും നമ്മൾക്കത് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഉണ്ടാവുക. എനിക്കങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് അതിൽ കൂടെയൊക്കെ ഇങ്ങനെ പോകുക എന്നുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതും കാണാൻ പറ്റി. അങ്ങനെ കുറേ സ്ഥലങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പാടമായിട്ട് നിരന്ന് നിൽക്കുകയാണ്. ഇവിടുന്ന് മുതലേ വാഹനങ്ങൾ സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾ ഇവിടെ എങ്ങാനും ആണോ നിർത്തണോ എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു. പക്ഷെ നിർത്താഞ്ഞത് നന്നായി. കാരണം ഇനിയും എത്രയോ കിലോമീറ്ററുകൾ കഴിഞ്ഞിട്ടാണ് ഉത്സവം നടക്കുന്ന സ്ഥലം എന്ന് ഞങ്ങൾക്ക് പിന്നെ മനസ്സിലായത്. അങ്ങനെ ഞങ്ങൾ വഴി കണ്ടതുകൊണ്ട് തന്നെ നേരെ പോയി. ഉച്ചയ്ക്ക് വെടിക്കെട്ട് ഉണ്ടല്ലോ, അപ്പോൾ അത് ഉച്ചയ്ക്ക് ഉണ്ടെന്നുള്ള ധാരണയിൽ എത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ബ്ലോക്കിൽ പെട്ടതുകൊണ്ട് എല്ലാം തകിടം മറിഞ്ഞു. ഞങ്ങൾ ഏകദേശമൊക്കെ ഇവിടേക്ക് എത്താനായപ്പോൾ തന്നെ അത് തുടങ്ങാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. നമുക്ക് ചെറുതായിട്ട് കേൾക്കായിരുന്നു. എവിടെ നോക്കിയാലും വാഹനങ്ങളായിരുന്നു. അവിടെ നിന്ന് മുതലേ എത്രയോ ദൂരം മുതൽ തന്നെ ഈ വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾക്ക് എവിടെയാണെന്ന് ഒരു ഊഹം ഉണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്ക് അത് അവിടെ ദൂരെ വെടിക്കെട്ട് തുടങ്ങിയിട്ടുണ്ട്, കുറേ ആൾക്കാർ ഓടുന്നൊക്കെ ഉണ്ട്. അങ്ങനെ കാറിൽ തന്നെ ഇരുന്ന് കുറച്ചൊക്കെ ഇങ്ങനെ കണ്ടു. സൗണ്ട് നമുക്ക് അത്ര അങ്ങോട്ട് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിലും കുറച്ചൊക്കെ ഇങ്ങനെ കാണാൻ പറ്റി. ഇനിയും കുറേ 10 എണ്ണോ അങ്ങനെ എത്രയോ പൊട്ടി എന്നൊക്കെയാണ് പറയുന്നത്. ഇനിയും കുറേ എണ്ണം ഉണ്ടായിരുന്നു പൊട്ടാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇത്രയും ദൂരം വന്നതല്ലേ. അങ്ങനെ ഞങ്ങൾ വീണ്ടും നേരെ തന്നെ പോയി. അവിടെയൊക്കെയും എവിടെയാണ് നിർത്തേണ്ടത് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അറിയണ്ടായിരുന്നില്ല കേട്ടോ. എവിടെ നിർത്തണം എന്നൊരു രൂപം ഉണ്ടായിരുന്നില്ല. പോയി നോക്കാം എന്നുള്ള ധാരണയിലാണ് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയൊരു ഉത്സവം, ഇത്രയധികം ജനത്തിരക്കുള്ള ഒരു ഉത്സവം ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ.
ഇത്രയും അധികം തിരക്കുള്ള ഒരു ഉത്സവം ആദ്യമായിട്ടാണ് കാണുന്നത്. നമുക്ക് മുഴുവനായിട്ടൊന്നും ഇതിലെടുക്കാൻ പറ്റില്ലെങ്കിലും കാണുന്നിടത്തോളം നിങ്ങൾക്കും ചിലപ്പോൾ അത് മനസ്സിലാവും തോന്നുന്നു. അത്രയും അധികം ജനങ്ങളുള്ളൊരു ഉത്സവമായിരുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഓപ്പണായിട്ട് എത്രയോ സ്ഥലം ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതൊരു തിക്കും തിരക്കുമായിട്ട് നമുക്ക് തോന്നില്ല. അത്രയും ഓപ്പണായിട്ടുള്ള കുറേ പാടങ്ങളാണ്, ഇഷ്ടംമാതിരി പാടങ്ങളാണ് അവിടെ ഉള്ളത്. അങ്ങനെ ഏകദേശം അവിടെ എത്താനായപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം അവിടെ നിർത്തിയിട്ടിട്ട് വെടിക്കെട്ട് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഉച്ചയ്ക്ക് ഒരു 2 മണി 2:30 സമയത്തുള്ള ഇതാണെന്ന് തോന്നുന്നു. അത് ഞങ്ങൾക്ക് ആ ഭാഗത്ത് നിർത്തിയിട്ട് വെച്ചാൽ ഞങ്ങൾ അവിടെ സ്റ്റക്കായി. പിന്നെ ഞങ്ങൾക്ക് വണ്ടി പോകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ സ്റ്റക്കായപ്പോൾ പിന്നെ അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ വെടിക്കെട്ട് കാണുന്നുണ്ടായത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് സ്റ്റക്കായി പോയി, പിന്നെ പോകുന്നുണ്ടായിരുന്നില്ല വണ്ടി. അപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തിയിട്ടിട്ട് കണ്ടു. നിർത്തിയിട്ടെന്ന് വെച്ചാൽ നമ്മൾ നടു റോഡിൽ തന്നെ നമ്മളവിടെ കിടക്കുകയാണ്. ആ കിടക്കുന്ന കിടപ്പിൽ കിടന്നിട്ട് നമ്മൾ വെടിക്കെട്ട് കുറച്ച് കണ്ടു. അങ്ങനെ വീണ്ടും നമുക്ക് ഇനി മുന്നോട്ട് തന്നെ പോകണം. നേരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഏതോ ഹൈവേയിലേക്ക് കയറാൻ പറ്റുമെന്നൊക്കെ തോന്നുന്നു. പക്ഷെ നമ്മൾക്ക് എവിടെയാണ് ഇനി വാഹനം നിർത്തിയിട്ടിട്ട് ഉത്സവ പറമ്പിലേക്ക് പോകാൻ പറ്റുവെച്ചാൽ അതുവരയ്ക്ക് പോകാനുള്ള പ്ലാനിലാണ് ഞങ്ങൾ പോണത്. അപ്പം അങ്ങനെ നേരെ പോയി പിന്നെയും കുറേ ദൂരം പോയി കഴിഞ്ഞിട്ടാണ് ഉത്സവത്തിൻ്റെ അമ്പലമൊക്കെ എത്തുന്നത് കേട്ടോ. കുറേ ദൂരം ഇങ്ങനെ പോകണം. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ആൾക്കാരെ കാണുമ്പോൾ വിചാരിക്കും എത്തിയെന്ന് വിചാരിക്കും. പക്ഷെ ഒട്ടും എത്തുന്നുണ്ടായിരുന്നില്ല. വീണ്ടും കുറേ ദൂരം പോയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെയും പോകുന്ന വഴിക്ക് വീണ്ടും ഇത് പൊട്ടാനായിട്ടുണ്ടായിരുന്നു, അടുത്തത് പൊട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയം അവിടെ നിർത്തിയിട്ടിട്ട് അത് കണ്ടു. അങ്ങനെ ഞങ്ങൾ പിന്നെ വണ്ടി അവിടെ നിർത്തിയിട്ടു. പാടത്ത് തന്നെയാണ് ഇറക്കിയിട്ടത്, അവിടെ തന്നെയാണ് എല്ലാവരും ഇടുന്നുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ പാർക്ക് ചെയ്തിട്ട് നടന്നു. എത്ര ദൂരം നടന്നു എന്ന് ഒരു പിടിയില്ല. കാരണം അത്രയധികം ദൂരം നടന്നിട്ടാണ് ഞങ്ങൾ ഉത്സവം നടക്കുന്ന സ്ഥലത്തെത്തിയത്. കുറേ ആൾക്കാർ ഒരു പ്രാവശ്യത്തെ വെടിക്കെട്ട് കഴിഞ്ഞപ്പോൾ തിരിച്ചു പോകുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടും പോകുന്നുണ്ടായിരുന്നു. കാരണം ഇനി അവിടെ എവിടെയോ ആണ് വെടിക്കെട്ട് എന്ന് പറഞ്ഞു. അമ്പലത്തിനടുത്തായിരുന്നു വെടിക്കെട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ വൈകിട്ടത്തെ വെടിക്കെട്ട്. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നു. കുറേ ദൂരം നടന്നാണ് ഞങ്ങൾ അവിടെ അമ്പലത്തിനടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നത്. അമ്പലത്തിനടുത്ത് എത്തിയപ്പോൾ ആനയുടെ എഴുന്നള്ളിപ്പും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെറിയൊരു അമ്പലമാണ്, 2-3 അമ്പലമുണ്ട് തോന്നുന്നു അവിടെയൊക്കെ കൂടിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ വൈകിട്ടാണ് വെടിക്കെട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനായിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തു.
എന്തായാലും ലൈഫിൽ ഭയങ്കരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം ഇത്രയും വലിയൊരു ഉത്സവം, അത്രയും അധികം ആൾക്കാരുള്ള ഒരു ഉത്സവം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾക്കൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ലല്ലോ എന്താണെന്ന്. കേൾക്കുമ്പോൾ മാത്രം നമുക്ക് മനസ്സിലാവില്ല. പല കാര്യങ്ങളും നമുക്ക് കണ്ടാൽ മാത്രമേ അതിൻ്റെ ഒരു എന്താ പറയുക ആഴം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് മനസ്സിലായ ഒരു ഉത്സവമാണിത് കേട്ടോ. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഞാനൊന്നും എനിക്കിത് പൂരം അങ്ങനെ കാണണം അത്ര ആഗ്രഹമുള്ള ഒരാളല്ലെങ്കിൽ പോലും ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ വിചാരിക്കും ഇതൊക്കെ കാണണ്ടേ, കണ്ടപ്പോഴാണ് ഇതൊക്കെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യണ്ടേ, ഇതെങ്ങനെയാണെന്നുള്ളത്. അങ്ങനത്തെ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. എൻ്റെ ഫോണിലാണെങ്കിൽ ചാർജ് മൊത്തം തീർന്നു. കാറാണെങ്കിൽ എത്രയോ കിലോമീറ്റർ അപ്പുറത്ത്. എന്നിട്ട് ഈ കടയിലുള്ള കുട്ടികൾ അവരുടെ പവർ ബാങ്കൊക്കെ തന്ന് ഞാൻ അതിൽ കുറച്ച് നേരം ചാർജൊക്കെ ചെയ്ത് പിന്നെയും വെടിക്കെട്ട് കാണാൻ വേണ്ടി ഞങ്ങളിങ്ങനെ പാടത്ത് കുറേ സമയം വെയിറ്റ് ചെയ്തിട്ടാണ്. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ആനയൊക്കെ നിരന്നിരുന്നിട്ട് 9 ആനയുണ്ടായിരുന്നു. ആനയൊക്കെ നിരന്നിരുന്നിട്ടുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇത് വെടിക്കെട്ട് പൊട്ടുന്ന സ്ഥലത്തെ ആണത്. അങ്ങനെ 9 ആനയുണ്ടായിരുന്നു. 9 ആനയുടെ ആ ഇതൊക്കെ കഴിഞ്ഞിട്ട് തായമ്പകയൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് പൊട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ തുടങ്ങി. അതൊക്കെ അത് ഒരു 7 മണി 7:15 വരെ ഇതുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ വെടിയൊക്കെ പൊട്ടാൻ തുടങ്ങിയത്. പാടത്തൊക്കെ ഇങ്ങനെ പോയി ഇരുന്നിട്ട് ഇങ്ങനെ ഉത്സവമൊക്കെ കാണാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കണമൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഭയങ്കര രസമാണ്, ഒരു പ്രത്യേക ഫീലാണ്. കാരണം നമ്മൾക്ക് നല്ലൊരു രസമാണ്, എന്താ പറയുക, പ്രത്യേക രസമാണ്. അതന്നെ അവിടെ ഇങ്ങനെ നടന്ന് കുറേ എന്തൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ഭയങ്കര സംഭവമായിരുന്നു എന്തായാലും. അപ്പോൾ ഇത് കൊണ്ടുപോയി കത്തിക്കുമ്പോഴാണ്, വെടിക്കെട്ടിന് തീ കൊളുത്താൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് കൊണ്ടുപോയിട്ട് കത്തിച്ച് കഴിഞ്ഞാൽ വെടിക്കെട്ട് തുടങ്ങും കേട്ടോ. കുറേ ആൾക്കാരുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഉത്സവമൊക്കെ കണ്ടു. മനസ്സ് നിറഞ്ഞ് വളരെയധികം ക്ഷീണിച്ചിട്ടാ, ഭയങ്കരമായിട്ട് ടയേർഡായി. കാരണം രാവിലെ മുതലിങ്ങനെ വണ്ടിയിലിരുന്നിട്ടും നടന്നിട്ടൊക്കെ നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വേഗം ഓടിയിട്ടാണ് കാർ എടുക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഓടുക തന്നെ ചെയ്തത്, കാരണം മൊത്തം ബ്ലോക്കായിരുന്നു. എന്തോ ഭാഗ്യത്തിന്, നല്ല ഭാഗ്യം തന്നെ പറയാം, ഞങ്ങളായിരുന്നു ഫസ്റ്റ് ഞങ്ങൾ ഇട്ട സ്ഥലത്തു നിന്ന് കാർ എടുത്ത് പോണത്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇതേപോലെ പോകാൻ പറ്റുന്നത്. കുറച്ച് സമയം കൂടി ഞങ്ങളവിടെ, ഒരു 5 മിനിറ്റും കൂടി ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നെങ്കിൽ ഞങ്ങൾ ബ്ലോക്കിൽ വിടുമായിരുന്നു കേട്ടോ. കാരണം പിന്നെ നമുക്ക് വണ്ടി ഇങ്ങനെ എന്തായാലും ഇഴഞ്ഞേ പോവുള്ളൂ. കാരണം ഒരു വലിയൊരു ലോറിയും ഇപ്പുറത്തെ ഒരു ബസ്സും വന്ന് നിന്നിട്ട് തന്നെ മൊത്തം ബ്ലോക്കായിട്ട് അവിടെ നിന്ന് അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഓടിയാണ് ഞങ്ങൾ പോയത്. ഇനി അടുത്ത ലക്ഷ്യം ഫുഡാണ്. കാരണം രാവിലെ പക്രൂൻ്റെ നിർബന്ധത്തിൽ പൊറോട്ട കഴിച്ചതുകൊണ്ട് മാത്രമാണ് ഇത്ര നേരം നിൽക്കാൻ പറ്റിയത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലെത്തി.